1888 ശീതകാലം. ലണ്ടൻ്റെ വൈറ്റ്ചാപ്പൽ പ്രദേശം. മഞ്ഞ് കട്ടിയായി വീഴുന്ന രാത്രികൾ, ഇടുങ്ങിയ വഴികൾ, മദ്യക്കടകളുടെ കഠിനമണം, പാവപ്പെട്ടവരുടെ നിലവിളികൾ. ആ നഗരത്തിൻ്റെ ഇരുട്ടിനുള്ളിൽ ആരോ, ആർക്കും കാണാനാകാത്ത ഒരു നിഴൽ. അവൻ മനുഷ്യനോ അതോ പിശാചോ? സാധാരണക്കാരും വേശികളും പാവപ്പെട്ടവരും താമസിക്കുന്ന പ്രദേശം. അവിടെ ആരും കണ്ണടച്ചുറങ്ങിയിരുന്നില്ല. മറുപടി കിട്ടാത്ത നിലവിളികൾ, മതിലുകൾക്ക് പിന്നിലെ രക്തത്തിളക്കം. 1888 ആഗസ്റ്റ് 31 മഞ്ഞ് നിറഞ്ഞൊരു പുലർച്ചെ വൈറ്റ്ചാപ്പൽ ജില്ലയുടെ ഒരു ഭാഗത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. മേരി ആൻ നിക്കോളാസ്. അവളുടെ കഴുത്ത് മുറിഞ്ഞു കിടന്നിരുന്നു. മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം മൃഗീയമായി വികൃതമാക്കപ്പെട്ടിരുന്നു. ഡെഡ് ബോഡി ഇൻക്വസ്റ്റ് നടത്തിയ പോലീസുകാരനിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു സാധാരണ കൊലപാതകമല്ലായിരുന്നു. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് മേരി നിക്കോളാസിൻ്റെ അവയവങ്ങൾ വളരെ മൃഗീയമായി അറുത്ത് മാറ്റിയ രീതിയിലായിരുന്നു. നിലവിലുള്ള സാഹചര്യങ്ങളെ കണക്കിലെടുത്ത് അവരൊരു നിഗമനത്തിലെത്തി. ഇത് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഫഷണലാണ്, ഒന്നുകിൽ ഒരു ഡോക്ടറാകാം. ഈ കുറ്റകൃത്യം ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ ആരും കരുതിയില്ല ഇതൊരു തുടക്കം മാത്രമായിരിക്കുമെന്ന്. ക്രമസമാധാനം വീണ്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ സെപ്റ്റംബർ 8 വൈറ്റ്ചാപ്പലിൻ്റെ മറ്റൊരു മൂലയ്ക്ക് ഒരു മൃതദേഹം കൂടെ കിട്ടി. ആനി ചാപ്മാൻ എന്ന യുവതിയായിരുന്നത്. വീണ്ടും അതേ പാറ്റേൺ. കഴുത്തു മുറിച്ച്, ശരീരം പിളർന്ന്, ചില അവയവങ്ങൾ എടുത്തു കളഞ്ഞിട്ടുമുണ്ട്. പോലീസുകാർ പേടിച്ചു തുടങ്ങി. പ്രദേശവാസികൾ ഇനി രാത്രി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പോലീസ് നിർദ്ദേശം കൊടുത്തു. ആനി കൊല്ലപ്പെട്ടതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡിയർ ബോസ് എന്ന തലക്കെട്ടിൽ പോലീസിൻ്റെ ഒരു കത്ത് കിട്ടുന്നു. ആ കത്തിലെ ഭാഷയും രക്തപ്പാടുകളും ഇത് കൊലയാളിയാണ് എഴുതിയത് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. കത്തിലെ വാചകങ്ങൾ ഇപ്രകാരമായിരുന്നു: പോലീസ് എന്നെ പിടിച്ചുവെന്ന് കേൾക്കുന്നു, പക്ഷേ എനിക്കവരെ ഇനിയും ചതിക്കാൻ കഴിയും. വേശ്യകളെ ഞാൻ വേട്ടയാടുകയാണ്, അത് ഞാൻ നിർത്തില്ല, പിടിയിലാകുന്നത് വരെ. കഴിഞ്ഞ കൊലപാതകം അത്ഭുതമായിരുന്നു. ആ സ്ത്രീക്ക് വിളിക്കാൻ പോലും സമയം കിട്ടിയില്ല. അപ്പോൾ അവരെങ്ങനെ എന്നെ പിടിക്കും? കഴിഞ്ഞ കൊലപാതകത്തിൽ നിന്നുള്ള രക്തം ജിഞ്ചർ ബിയർ കുപ്പിയിൽ സൂക്ഷിച്ചിരുന്നു. അതുപയോഗിച്ച് ഈ കത്ത് രക്തത്തിലെഴുതണമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കട്ടിയായി. അതുകൊണ്ട് ചുവപ്പ് മഷി ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു. അടുത്ത ഇരയുടെ കാതു മുറിച്ച് പോലീസിനയക്കും. ഒരു രസത്തിന് മാത്രം. കുറച്ചുകൂടി ജോലി ചെയ്തതിന് ശേഷം ഈ കത്ത് പ്രസിദ്ധീകരിക്കും. എൻ്റെ കത്തി വളരെ ക്രൂരമാണ്. അവസരം കിട്ടിയാൽ ഉടൻ വേട്ടയാടും. നന്ദി, നിങ്ങളുടെ സ്വന്തം ജാക്ക് ദ റിപ്പർ. യഥാർത്ഥമായ പേരോ മേൽവിലാസമോ ഇല്ലാത്ത കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു. അന്നു മുതൽ അയാൾ ജാക്ക് ദ റിപ്പർ എന്ന പേരിൽ അറിയപ്പെട്ടു. കത്തുകൾ തുരുതുര വന്നുകൊണ്ടേയിരുന്നു. മറ്റൊരു കത്തിലുണ്ടായിരുന്നത് ഒരാളുടെ വൃക്കയായിരുന്നു. ഇതോടെ കണ്ടപ്പോൾ പോലീസ് ഭയന്നു. ഇവൻ അപകടകാരിയാണ്, എത്രയും വേഗം ഇവനെ പിടിച്ചേ പറ്റൂ, ഇൻസ്പെക്ടർ ഫെഡറിക് അബർലൈൻ പറഞ്ഞു. ഇദ്ദേഹമാണ് ജാക്ക് ദ റിപ്പർ കൊലപാതക കേസുകൾ കൈകാര്യം ചെയ്തിരുന്നത്. അയാൾ എന്നും രാത്രി തെരുവിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ പുക നിറഞ്ഞ വൈറ്റ്ചാപ്പൽ തെരുവുകൾ കൂടി നടക്കുമായിരുന്നു. ജാക്ക് ദ റിപ്പർ എന്ന സീരിയൽ കില്ലറിനെ തേടി. കേസന്വേഷണം എങ്ങും എത്താതിരുന്നപ്പോൾ പത്രക്കെട്ടുകളിൽ തലക്കെട്ട് മുഴങ്ങി: വൈറ്റ്ചാപ്പൽ ഹൊറർ കണ്ടിന്യൂസ്, ഈസ് ജാക്ക് ദ റിപ്പർ എ ഡോക്ടർ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 30 1888 ബെർണാഡ് സ്ട്രീറ്റിൽ മരിച്ച നിലയിൽ ഒരു യുവതിയെ കണ്ടെത്തി. സ്വീഡനിൽ നിന്നും കുടിയേറി പാർത്ത എലിസബത്ത് സ്ട്രാഡ് എന്ന യുവതിയായിരുന്നു അത്. കടുത്ത ദാരിദ്ര്യം മൂലവും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലവും സ്വന്തം ശരീരം വിൽപ്പനച്ചരകാക്കേണ്ടി വന്ന അവൾ തൻ്റെ തൊഴിലിനിടയിലാണ് കൊലപാതകത്തിനിരയായത്. വൈറ്റ്ചാപ്പൽ ജില്ലയിലെ ബെർണാഡ് സ്ട്രീറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അവളുടെ ശരീരം പക്ഷേ പൂർണ്ണമായും വിച്ഛേദിച്ച നിലയിലല്ലായിരുന്നു. കേസ് അന്വേഷിച്ച പോലീസ് മേധാവി കരുതിയത് കൊലയാളിയെ ആരോ ഒരാൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ പണി പൂർത്തിയാക്കാതെ പോയത്. അന്നേ രാത്രി തന്നെ വൈറ്റ്ചാപ്പലിന്റെ മറ്റൊരു ഭാഗത്ത് 4ാമത്തെ കൊലപാതകവും അരങ്ങേറി. കാതറിൻ എഡോസ് എന്ന യുവതിയായിരുന്നത്. മാറ്റ് സ്ക്വയർ എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത അവളുടെ മൃതദേഹം മുഖം വികൃതമാക്കപ്പെട്ട രീതിയിൽ കഴുത്ത് മുറിഞ്ഞ അവസ്ഥയിലായിരുന്നു. 2 കൊലപാതകങ്ങൾ ഒരേ രാത്രിയിൽ. ലണ്ടൻ മുഴുവൻ ഭീതിയിൽ മുങ്ങി. 3-4 കൊലപാതകങ്ങളുടെ അന്വേഷണം തുടർക്കഥയാകുമ്പോൾ പിറ്റേ മാസം നവംബർ 9 25 വയസ്സുകാരിയായ മേരി ജെയിൽ കെല്ലി കൊല്ലപ്പെടുന്നു. വെറും 25 വയസ്സുകാരി. ഏറ്റവും ഭയാനകരമായ കൊലപാതകം അവളുടേതായിരുന്നു. നവംബർ 9 മില്ലേഴ്സ് കോട്ട് എന്ന സ്ഥലത്ത്
തൻ്റെ ചെറുമുറിയിൽ മേശമേൽ കിടന്ന ശരീരം പൂർണ്ണമായും പിളർന്ന നിലയിലാണ് കണ്ടെത്തിയത്. പോലീസ് ഓഫീസർമാർ പോലും ആ കാഴ്ച കണ്ടപ്പോൾ കണ്ണടച്ചു. അത്രയും ഭീകരമായിരുന്നു. അതിനുശേഷം വൈറ്റ്ചാപ്പൽ പ്രദേശം മുഴുവൻ പേടിയിലായി. രാത്രിയിൽ ആരും പുറത്തേക്ക് ഇറങ്ങാതെയായി. മെട്രോപൊളിറ്റൻ പോലീസ്, സ്കോട്ട്ലൻഡ് യാർഡെല്ലാം ചേർന്ന് ജാക്ക് ദ റിപ്പറിന് വേണ്ടി അന്വേഷണം കർശനമാക്കി. ആയിരക്കണക്കിന് സാക്ഷികളെ ചോദ്യം ചെയ്തു. പക്ഷേ ജാക്ക് ദ റിപ്പർ ഒരു നിഴൽ പോലെ അപ്രത്യക്ഷനായി. മേരി കെല്ലി കൊലപാതകത്തിന് മുമ്പ് ശേഷവും വൈറ്റ്ചാപ്പലിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ 6 കൊലപാതകങ്ങൾ നടക്കുകയുണ്ടായി. പക്ഷേ ഇവയൊന്നും ജാക്ക് ദ റിപ്പർ ചെയ്തതല്ലെന്ന നിഗമനത്തിലെത്തി. ഇത്രയും കൊലപാതകങ്ങൾക്ക് ശേഷം റിപ്പർ സ്റ്റൈൽ കൊലപാതകം മറ്റൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചു, റിപ്പർ എവിടെ? മരിച്ചുപോയോ? അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നതാകുമോ? പിന്നീട് വൈറ്റ്ചാപ്പലിൽ എന്ത് സംഭവിച്ചു? 1890കളിലും 1900കളിലും പലരും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ജാക്ക് ദ റിപ്പർ സിദ്ധാന്തങ്ങൾ പറഞ്ഞു പരത്തി. ചിലരവനെ സർവീസ് ഡോക്ടറെന്നും അതുപോലെ രാജകുടുംബവുമായി ബന്ധപ്പെട്ട ആളെന്നും ചിലർ മാനസിക രോഗിയെ കള്ളനെന്നും വിളിച്ചു. പക്ഷേ ജാക്ക് ദ റിപ്പർ എന്ന സീരിയൽ കില്ലർ ഒരിക്കലും മറനീക്കി പുറത്തു വന്നില്ല. വൈറ്റ്ചാപ്പലിൻ്റെ ആ രാത്രികൾ ഇന്നും മൂടൽമഞ്ഞിൽ മറഞ്ഞിരിക്കുന്നു. വീഥികളിൽ ഇപ്പോഴും തണുത്ത കാറ്റ് വീശുമ്പോൾ ആരോ ചിരിക്കുന്നു എന്ന പോലെ തോന്നും. അത് റിപ്പറിൻ്റെ നിഴലായിരിക്കാം.